ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിൾ. കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് സൺഡേ ആണ് കേട്ടോ. തലേ ദിവസം നല്ല മഴ ആയതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പം എന്നാൽ രാവിലെ തന്നെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചെങ്കിൽ ചായക്കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് തരുന്നുണ്ട്. ഇപ്പോൾ 2 ഹെൽമെറ്റ് വേണമെന്നൊക്കെയാണല്ലോ നിയമം. എന്നിട്ടും ഇപ്പോഴും 2 ഹെൽമെറ്റ് വെക്കാണ്ടൊക്കെ ഒരു ഹെൽമെറ്റ് മാത്രം വെച്ച് പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണലുള്ളതാണ് കേട്ടോ. കുഴപ്പമില്ല, നമ്മുടെ സേഫ്റ്റി ആണല്ലോ നമുക്ക് മുഖ്യം. അപ്പോൾ അങ്ങനെ 2 ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നമ്മുടെ ചാനലൊക്കെ നമ്മുടെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അമ്മയ്ക്കൊരു സർപ്രൈസ് എന്ന രീതിയിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പോയത്. പക്ഷേ ഒരു കാരണവശാൽ എൻ്റെ ഏട്ടൻ എനിക്ക് തന്നെ പാരയായി. നമ്മുടെ പാര നമ്മുടെ കെട്ടിയവൻ തന്നെയാണെന്ന് പറയണത് എത്ര സത്യമാണ് അല്ലേ. ഞാൻ അമ്മേനോട് പറയാണ്ട് ഇങ്ങനെ മറച്ച് വെച്ച് അമ്മ വിളിച്ച ഫോണൊന്നും എടുക്കാണ്ട് ഇങ്ങനെ എന്താ പറയുക, പിടി കൊടുക്കാണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അമ്മയ്ക്ക് ആമീനെ കാണുന്നത് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ കുറേ നേരമായി ചോദിക്കുന്നുണ്ടായിരുന്നു. കുറേ ദിവസം മുന്നേ ചോദിച്ചു തുടങ്ങിയതാ, ഞായറാഴ്ച വരുന്നുണ്ടോ ആമീനെ ഇവർക്ക് കാണണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വരുന്നില്ല പിന്നെ വരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുമായിരുന്നു. ഒരു സന്ദർഭത്തിൽ എൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് പരന്നു, സൈഡോട്ടൊന്ന് പരന്നു. ഇനി നീ ലിപ്സ്റ്റിക് ഇടി, ഞാൻ നിന്നെ ശരിയാക്കി തരാം, ഇപ്പം നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മേനെ വീഡിയോ കോൾ വിളിച്ച് എനിക്ക് കാണിച്ചു കൊടുത്തിറക്കാം. ഞാൻ വീട്ടിലെത്തിയിട്ട് രാത്രി വൈകുന്നേരം അമ്മ വരുമ്പോഴേ സർപ്രൈസ് പൊട്ടിക്കുള്ളൂ മാമൻ്റെ മോളോടൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ ഏട്ടൻ ഒക്കെ കോളാക്കി ഗൈസ്. പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പു വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ V5 ചെറുതുരുത്തി V5 കൂനിന് ഓഫർ ഉണ്ട്, 2 എണ്ണത്തിന് 2 പാക്കറ്റിന് 99 രൂപയാണെന്ന്. അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ V5 കാർഡും ഉണ്ട്. അപ്പോൾ നല്ല ഓഫർ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ സൺഡേ സ്പെഷ്യൽ ഓഫറുകൾ കുറേ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് കയറിയതാണ് കേട്ടോ. കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. പുട്ടുപൊടി, ഞാൻ ജ്യൂസ് വേണമായിരുന്നു, എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ജ്യൂസ് എടുക്കും ജ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി ഗൈസ്. അപ്പോൾ ഞാൻ അവസാനം നമ്മൾ സാധാരണ കുടിക്കണ തന്നെ ഞാൻ എടുത്തിട്ട് പോകുന്നു കേട്ടോ. എനിക്ക് മാംഗോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. കുറേ വെറൈറ്റി ജ്യൂസുകളുണ്ട്, പക്ഷേ കുടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, അവസാനം തനി ലോക്കലെന്നല്ല, തനി നമ്മൾ ഡെയിലി കുടിക്കുന്ന സംഭവം തന്നെ നമ്മൾ എടുത്തിട്ട് വരും. അതാണ് നമ്മുടെ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ അതാ പുട്ടുപൊടിക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ടേസ്റ്റി നിബിൾസിൻ്റെ പുട്ടുപൊടിക്കും എന്താ പറയുക റവ. ഞാൻ യൂസ് ചെയ്യുന്ന പൊടികൾ വെച്ച് പുട്ടുപൊടി, റവ, പിന്നെ വെള്ളയപ്പത്തിൻ്റെ ഇതുണ്ടല്ലോ അത്, പിന്നെ ദോശയ്ക്ക് ഞാൻ പച്ചരിയാണ് എടുക്കൽ. അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ പുട്ടുപൊടി ഞങ്ങൾക്ക് കുറച്ചധികം വേണം, 2 കിലോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മേടിക്കലുണ്ട്. അപ്പോൾ അതാണ് കൂടുതലായിട്ട് ഞങ്ങൾ മേടിക്കൽ. പെട്ടെന്ന് കഴിയും ചെയ്യും. ഏട്ടൻ എപ്പം നോക്കിയാലും പുട്ടാണ്. ഞാൻ കൂടുതൽ അജ്മിയുടെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യൽ. അതാണ് നല്ല ടേസ്റ്റാണ് അജ്മിയുടെ പുട്ടുപൊടിക്ക്. അപ്പോൾ ടേസ്റ്റ് നിബിൾസിൻ്റെ തന്നെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ് കേട്ടോ. 2 എണ്ണത്തിന് എത്ര 99, 2 കിലോന് എത്ര 99 രൂപ എത്രയായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നാൽ നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ് കേട്ടോ. പിന്നെ വെള്ളയപ്പപ്പൊടി ആയിരുന്നു വേണ്ടത്. ഇതാകുമ്പോൾ ഡബിൾ ഹോൾസിൻ്റെ തോന്നുന്നു, വെള്ളയപ്പത്തിന് മാത്രം. അതാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാരയും നൈസ് ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇത് മിക്സിയിൽ അടിച്ച് വെച്ച് തന്നെ 2 മണിക്കൂറിന് ശേഷം നമുക്കത് എടുത്ത് ഉപയോഗിക്കാം. അപ്പം തന്നെ ഇത് പുളിച്ച് വന്നോളും. മറ്റേ ഈസ്റ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, തലേദിവസം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ എനിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കിടന്നുറങ്ങാം, പിന്നെ കുറേ കഴിഞ്ഞിട്ട് എനിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അതും 1 കിലോൻ്റെ അടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചിലർ കടുക്, മഞ്ഞപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. പിന്നെ ഞാൻ കൂന് നോക്കാൻ പോയപ്പോൾ ഞങ്ങൾ സാധാരണ മേടിക്കൽ പാൽക്കൂനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. അതാണ് ഏറ്റവും ടേസ്റ്റ് പാൽക്കൂനാണ്. ഇവിടെ ഉള്ളത് 2 എണ്ണത്തിന് 2 പാക്കറ്റിന് ഓഫർ ഉള്ളത് മറ്റേ ഉണ്ടക്കൂനുണ്ടല്ലോ, കുഞ്ഞു ഉണ്ടക്കൂനായിരുന്നു. പിന്നെ അതാകെ ഒരു കുറച്ചുകൂടി ബ്ലാക്ക് കളർ കയറി, എന്താ പറയുക, എനിക്കൊരു പന്തികേട് തോന്നിയില്ല. പിന്നെ ഓഫർ ഉള്ളതല്ലേ, പന്തികേട് തോന്നിയില്ല. അപ്പോൾ പിന്നെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നറിയാം. ഞാൻ ഒരു വട്ടം വെച്ചിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഉണ്ടക്കൂന്. ഏറ്റവും ടേസ്റ്റ്
മറ്റേ പാൽക്കൂനും മസാല വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. ചിക്കൻ കറി പോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പാൽക്കൂനിന്. അപ്പോൾ അതാണ് ഞങ്ങൾ മറ്റേ മാമനെ വിരുന്നിന് വിളിച്ച ദിവസം ഞങ്ങൾ അതാ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. എന്താ പറയുക 160 രൂപയ്ക്ക് വലിയ 2 പാക്കറ്റ് നല്ല ടേസ്റ്റിനായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ മേടിച്ചത്. അല്ല അത് മേടിക്കാൻ അതാണെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്, പക്ഷെ അതല്ല ഉണ്ടക്കൂനായിരുന്നു. അപ്പോൾ അത് മേടിച്ചില്ല. മാമന് മേടിക്കണം വെച്ചിട്ട് കയറിയത്, പക്ഷെ അത് മേടിച്ചില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ മിഠായി സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു പുറത്ത് ഉണ്ടാവില്ല. ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരതി നടക്കും. പേട്ടൻ പറയണം ഇങ്ങ് പോര് അവിടെ ഒന്നുമില്ല, ഇങ്ങ് പോര് മോള് പറഞ്ഞ്. എന്നിട്ട് മഞ്ചിൻ്റെ ഒരു 3 പീസ് കോംബോ ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാമൻ്റെ മക്കൾക്ക്. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ജെല്ലി ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ജെല്ലി അത് നല്ല രസമുണ്ടല്ലേ. മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്താ എനിക്കറിയാം, ക്ലേ അല്ല, സ്ലൈമിൻ്റെ പോലെ ഉണ്ടല്ലേ സംഭവം. അപ്പം അത് മേടിക്കണമെന്ന് വെച്ചാൽ മേടിച്ചില്ല. എനിക്ക് മേടിക്കണം ആഗ്രഹമോ, പക്ഷെ അതിന് മേടിക്കില്ല, അതാണ് എൻ്റെ സ്വഭാവം. പിന്നെ ഇതാ അവിടുന്ന് ജ്യൂസ് വെച്ചപ്പോൾ നല്ല മഴ ഗൈസ്. പുറത്ത് ഞങ്ങൾ കുടുങ്ങിപ്പോയി. ഞങ്ങൾ വെയിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് പോകുന്നത്. ഇവിടെ എത്തി സാധനങ്ങൾക്ക് മേടിച്ചിറങ്ങിയപ്പോൾ ഗംഭീര മഴ ഞങ്ങൾ പെട്ടുപോയി. അപ്പോൾ കോട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മോളെ കൊണ്ടുപോകണം, ഒന്ന് മഴ തോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ട. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ ദാഹിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജ്യൂസൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് മഴ നിൽക്കും, ഇടയ്ക്ക് നല്ലോണം പെയ്യും, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് നല്ലോണം ഒന്ന് കുറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു കോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു. ഒന്ന് കാണിക്ക്. എന്തൊരു കഷ്ടപ്പാടാ നോക്കടി എന്റെ കുട്ടിയുടെ. അവളെ ഒക്കെ തിരുത്തിട്ടൊക്കെ അടിച്ചു വരുന്ന. നീ ബാക്കോട്ട് വീടല്ലേ. എന്തായാലും സർപ്രൈസ് പൊളിഞ്ഞു. വീട്ടിലാണെച്ചാൽ ആരും ഇല്ല, ഒന്നും വെച്ചിട്ടുണ്ടാവില്ല അമ്മ. അപ്പോൾ ഞങ്ങൾ നേരെ മാമൻ്റെ അടുത്തേക്കാണ് വന്നത്. എന്നാലും മാമൻ്റെ മക്കളോടെ കൂടെയൊക്കെ കുറച്ച് നേരം കളിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഒരുപാട് സാധനം ഉണ്ടായിരുന്നു കേട്ടോ. രസം, മത്തിയല്ല അയില പൊരിച്ചതുണ്ടായിരുന്നു, മാന്തളല്ല നത്തള് കറി, നത്തള് വറുത്തത്, അച്ചാറ്, പപ്പടം, പിന്നെന്താ ചീരക്കൂട്ട്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അമ്മമ്മയും മാമൻ്റെ മക്കളും വരെ കൂട്ടി ഇവിടെ വൈലാശ്ശേരി പണ്ടൊരു ഇതുണ്ട്, അവിടെ ഉദ്ഘാടനമാണ് നമ്മുടെ പൈങ്കുളം സ്കൂളിൻ്റെ അടുത്ത്. നമ്മുടെ പൈങ്കുളം സ്കൂളിൻ്റെ അപ്പുറത്ത് വൈലാശ്ശേരി ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അവിടെ പരിപാടിയും കാര്യങ്ങളും ഗാനമേളയും പിന്നെന്താ ഫുഡും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തത്തമ്മയുടെ മുടിയൊക്കെ കെട്ടി കൊടുക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ അമ്മയുടെ കുടുംബശ്രീയുള്ള ബിന്ദുമായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട്. ചെറിയ കേടുകളുണ്ട്, പക്ഷെ എന്താ രാസവസ്തുക്കളും ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത കാരണം വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പുഴു ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. നന്നായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ബലമുള്ള ഇലയാണ്, സത്യം പറഞ്ഞാൽ നൈസ് ഇലയില്ല, നല്ല ബലമുള്ള ഇലയാണ്. പിന്നെ അതാ എന്നെ കൂട്ടാണ്ട് എൻ്റെ ഏട്ടൻ വാഴാലിക്കാവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട് ഗൈസ്. കുറേ പേര് മീനൊക്കെ പിടിക്കാൻ വന്നിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ബാക്കോട്ട് ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്, ആ സ്റ്റെപ്പിൻ്റെ 3 സ്റ്റെപ്പോളം വെള്ളം കയറിയിട്ടുണ്ട്. നല്ല രസമാണ് ഈ സമയത്ത്. കണ്ടോ ഏട്ടാ, മഴയത്ത് ഇനിയിപ്പോൾ വല്ല പനി പിടിക്കാനാവോട്ടാ. നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടല്ല, അവിടെ ഒരു ചേട്ടനും ചേച്ചിയും വന്നിട്ടായിരുന്നു, കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത്ര. അപ്പോൾ അവരായിട്ട് കുറേ നേരം കത്തിയൊക്കെ അടിച്ചു നിന്നു, അവരായിട്ട് കമ്പനി ചെയ്യുന്നൊക്കെ ഏട്ടൻ പറഞ്ഞായിരുന്നു. പിന്നെ എന്ത് രസമായി സമയത്തൊക്കെ ഫോട്ടോഷൂട്ട് നടത്തിയാൽ നല്ല രസമായിരിക്കും ഗൈസ്. ഓണ സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് വേണം ഫോട്ടോഷൂട്ട് എടുക്കാൻ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പർ പ്ലേസാണ്. വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കാട്ടോ. നമ്മുടെ വാഴാലിക്കാവ് കുറേ സിനിമകളുണ്ട്, മല്ലു സിംഗ്, പിന്നെന്താ
പിന്നെന്തൊക്കെയാ, ആറാട്ട്, പോക്കിരി രാജ, അജഗജാന്തരം, പറയാൻ പറ്റാത്ത അത്ര അധികം സിനിമയിൽ നമ്മുടെ ഈ വാഴാലിക്കാവുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ കയറ്റേണ്ട വീഡിയോസാണ്. ഞാൻ പിന്നെ കയറ്റിയപ്പോൾ ഒന്ന് ഇത് മാറിപ്പോയതാണ്, സ്ഥാനം മാറിപ്പോയതാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ അതാ രാത്രി ഞങ്ങൾ കുബൂസും ഫ്രൈഡ് ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭക്ഷണം നല്ല ഹെവി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതാ ഫുഡൊക്കെ അടിച്ച് ആമിക്കിത് അമ്മ വാരി കൊടുക്കുന്നു, ഏട്ടൻ ഇതാ കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.